Hello everyone, welcome back to our channel My Home, My Heaven. ഒരു വെൽ ഓർഗനൈസ്ഡ് കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കിച്ചൺ കണ്ടെയ്നേഴ്സും ജാർസിനും എല്ലാം വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് കിച്ചൺ കണ്ടെയ്നേഴ്സും ജാർസും ഒക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാനിത് ആദ്യം നിങ്ങൾക്ക് കാണിക്കുന്നത് ഈ ഗ്ലാസ് ജാർസാണ്. ഇത് വുഡൻ ലിഡ് വരുന്ന ഗ്ലാസ് ജാർസാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഇത് വെയിറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നല്ല ഈസിയാണ്. പക്ഷെ ഒപ്പം തന്നെ വെയിറ്റ് കുറവായതുകൊണ്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. പക്ഷേ നമുക്ക് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ കഴുകാനൊക്കെ നല്ല ഈസിയാണ്. ഇത് ഈ വുഡൻ ലിഡ് സിലിക്കോൺ കവറിങ് വരുന്നതുകൊണ്ട് തന്നെ നല്ല എയർ ടൈറ്റായിട്ട് നമുക്ക് സ്പൈസസും എല്ലാം സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ ഈ ബോട്ടിൽസ് വളരെ ഹെൽപ്ഫുള്ളാണ്. ഞാൻ സാധാരണ ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്ന എല്ലാ സ്പൈസസും അതുപോലെ തന്നെ ചില്ലി പൗഡർ, കൊറിയാൻഡർ പൗഡർ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ആണ് ഈ ജാർസ് എല്ലാം തന്നെ സ്റ്റോർ ചെയ്യുന്നത്. ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ലൊരു ഡെക്കറേറ്റീവായിട്ട് നമുക്ക് കിച്ചൺ കൗണ്ടർ ടോപ്പ് വയ്ക്കാനും ഈ ബോട്ടിൽസ് വളരെ ഹെൽപ്ഫുള്ളാണ്. അടുത്തതായി കാണിക്കുന്ന നേരത്തെ കാണിച്ച സെയിം ടൈപ്പ് തന്നെ, പക്ഷേ ഡിഫറെൻറ്റ് ഷേപ്പാണ് എന്ന് മാത്രം. ഇത് ഞാൻ ഒരു കിച്ചൺ കബോർഡിലൊന്നും അത്ര പ്രിഫർ ചെയ്യുന്നില്ല, കാരണം ഇതിൻ്റെ ഒരു ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ബോട്ടിൽസേ നമുക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. ഞാൻ ഈ ബോട്ടിൽസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സ് എല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലത്തെ നല്ല ഭംഗിയായ ബോട്ടിൽസിൽ നട്ട്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നത് എപ്പോഴും നമുക്കൊരു ഡെക്കറേറ്റീവായിട്ട് കൂടെ നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ സാധാരണ ഈ നട്ട്സ് എല്ലാം തന്നെ കീപ്പ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു റൗണ്ട് ട്രേയിൽ ഇതുപോലത്തെ ബോട്ടിലാക്കിയതിന് ശേഷം എല്ലാ ബോട്ടിൽസും ഈ ട്രേയിലാണ് വെക്കുന്നത്. ഇങ്ങനെ ട്രേയിൽ വെച്ചിട്ട് അത് ഡൈനിങ് ടേബിളിലാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കാറ്. കാരണം ഡൈനിങ് ടേബിളിലാകുമ്പോൾ നമുക്കതൊരു ഹെൽത്തി കോർണറായിട്ട് മാറ്റാനും പറ്റും. ഒപ്പം തന്നെ നല്ല ഭംഗിയായിട്ട് ഡൈനിങ് ടേബിളിനെ നല്ല ഡെക്കറേറ്റീവായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമുക്കറിയാം നട്ട്സൊക്കെ ആകുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ ഒപ്പം പെട്ടെന്ന് എടുത്ത് കഴിക്കാനും അതിനായിട്ട് എടുക്കാൻ വേണ്ടി നമുക്ക് കിച്ചണിൽ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ മടിക്കാറുണ്ടല്ലോ. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഒപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹെൽത്തി കോർണറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അടുത്തതായി കാണിക്കുന്ന ഈ ബോട്ടിൽ നിങ്ങളൊരു പക്ഷേ എൻ്റെ ഐക്യ ഹോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇത് ഐക്യയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ടിൻ കണ്ടെയ്നേഴ്സാണ്. വളരെ നല്ല ഭംഗിയുള്ള ഒരു കണ്ടെയ്നേഴ്സാണ്. ഞാനിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ കോഫി പൗഡർ, ടീ പൗഡർ എല്ലാം കീപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കിച്ചണിൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നതിൻ്റെ യൂണിക്കായിട്ടുള്ള നല്ലൊരു ഡിസൈൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡെക്കറേറ്റീവ് പീസായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇത് നല്ല ടിന്നായതുകൊണ്ട് തന്നെ നല്ല എയർ ടൈറ്റായിട്ട് അടഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഐറ്റംസും ഷുഗർ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കീപ്പ് ചെയ്യാനും ഇത് പറ്റുകയും ചെയ്യും. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ഗ്ലാസ് ജാർസ് തന്നെയാണ്. ഇത് കുറച്ച് തിക്കുള്ള ഗ്ലാസ് ജാർസാണ്. കുറച്ച് ഹെവിയാണ്, ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം എന്ന് മാത്രം. പക്ഷേ നല്ല എന്താ പറയുക, നല്ല ഭംഗിയുള്ള ജാർസാണ്. ഞാൻ ഈ ജാർസ് മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്നാക്കൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഒരു നല്ല പ്ലാസ്റ്റിക് അല്ല വരുന്നത്, പക്ഷേ നല്ല എന്താ പറയുക, നല്ല കട്ടിയുള്ള ടൈപ്പ് ടോപ്പാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകുമൊന്നുമില്ല. പിന്നെ നമ്മൾ കഴുകൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ എന്ന് മാത്രം. പക്ഷെ നന്നായി ഈട് നിൽക്കുന്ന തരത്തിലുള്ള നല്ല ഹെവി ആയിട്ടുള്ള ഗ്ലാസ് ജാർസാണിത്. ഇതുപോലെ സ്നാക്ക് ബോട്ടിലായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കിച്ചൺ കബോർഡിൽ തന്നെ എല്ലാ ടൈപ്പ് സ്നാക്സും വെക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് ഷേപ്പ്, അതായത് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ബോട്ടിൽസാണ് ഇത്. ഇതുപോലെ എല്ലാ ബോട്ടിൽസിലും ഇങ്ങനെ സ്നാക്സ് എല്ലാം ഒരേപോലത്തെ ബോട്ടിൽസിൽ കീപ്പ് ചെയ്തിട്ട് നമ്മുടെ കിച്ചൺ കബോർഡിലൊക്കെ വെക്കുന്നത് കാണാനും ഭംഗിയായിരിക്കും, നമുക്ക് എടുക്കാനും ഈസി ആയിരിക്കും. അടുത്തതായിട്ട് കാണിക്കുന്നത് നമുക്ക് വളരെ കോമൺ ആയിട്ട് ഒരുപാട് പേരുടെ അടുത്തൊക്കെ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഗ്ലാസ് ജാർസാണ് ഇത്. ഇതിൻ്റെ ലിഡ് വരുന്നതും ഗ്ലാസ് തന്നെയാണ്. പക്ഷേ ഇത്
നമ്മുടെ സ്പൈസസ് ഒന്നും ഇട്ട് വയ്ക്കാൻ ഞാൻ അത്ര പ്രിഫർ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, ചില സമയത്ത് തുറക്കാൻ ഭയങ്കര പാടായിരിക്കും. നമ്മളൊന്ന് വലിച്ച് തുറക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെക്കാൻ ഇച്ചിരി പാടായിരിക്കും. ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് നമ്മുടെ എക്സ്ട്രാ പിന്നെ സ്നാക്ക് ഐറ്റംസ് ഒക്കെ വരുന്നത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ നല്ലൊരു ഡെക്കറേറ്റീവ് പീസായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ഐക്കയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഗ്ലാസ് ജാർസാണ്. ഇത് ബക്കിൾ ടൈപ്പാണ് വരുന്നത് കേട്ടോ. ടോപ്പ് വളരെ ഇതിൻ്റെ പല സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഏറ്റവും ചെറിയ ടൈപ്പാണ് ഉള്ളത്. ഇതുവരെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഡെക്കറേറ്റീവ് പീസായിട്ട് നമ്മുടെ ക്യാൻഡീസോ അങ്ങനെയൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഞാനിത് മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ നമ്മുടെ മീൽ പ്രിപ്പറേഷൻ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. നമ്മൾ പിന്നെ ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റ് അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി വയ്ക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ഇങ്ങനത്തെ ബോട്ടിൽസ് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഏറ്റവും നല്ല എന്താ പറയുക നല്ലൊരു ഡെക്കറേറ്റീവ് പീസായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് നമ്മുടെ സെറാമിക് പോട്ട്സ്. ഈ സെറാമിക് ജാർസ് ഇത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. കാരണം ഇത് ബക്കിൾ ടൈപ്പാണ്. പക്ഷേ ഈ ബക്കിൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അടയ്ക്കാനും തുറക്കാനും പറ്റുന്ന ടൈപ്പ് ബക്കിളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പിക്കിൾസും എല്ലാം ഇട്ട് വയ്ക്കാൻ നല്ല ഭംഗിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള സെറാമിക് ജാർസാണ് ഇത്. ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ ഒരു വുഡൻ സ്പൂണും വരുന്നുണ്ട്. സ്പൂൺ അത്ര ക്വാളിറ്റി ഉള്ളതല്ല എങ്കിലും കുഴപ്പമില്ല. നല്ല നമുക്കൊരു ഡെക്കറേറ്റീവ് പീസായിട്ടും അതുപോലെ തന്നെ പിക്കിൾസ് എല്ലാം കീപ്പ് ചെയ്യാൻ നല്ലൊരു ജാർസാണ് ഇത് രണ്ടും. നല്ല കളേഴ്സും നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. പക്ഷേ ഞാനങ്ങനെ കിച്ചണിലൊന്നും ഇതത്ര എല്ലാ സ്പൈസസ് ഇട്ട് വയ്ക്കാൻ പ്രിഫർ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഭരണികൾ. പക്ഷേ ഈ ഭരണികൾ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് നമ്മളങ്ങനെ കിച്ചണിലൊന്നും ഡെയിലി യൂസ് ചെയ്യാനൊന്നും ഞാൻ അത്ര പ്രിഫർ ചെയ്യുന്നില്ല. കാരണം ഇതിൻ്റെ ടോപ്പ് നമുക്കറിയാമല്ലോ എയർ ടൈറ്റായിട്ട് വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും സൂക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമുക്ക് നല്ല ഡെക്കറേറ്റീവ് പീസായിട്ടും അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പിക്കിൾസും കാര്യമൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇതുപോലത്തെ ജാർസ് പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഡെയിലി യൂസിന് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇതെല്ലാം നമ്മൾ പൊതുവെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങൾ. അതിന് പുറമെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കോഫി ബോട്ടിൽസ്, അതുപോലെ ജാം അങ്ങനത്തെയൊക്കെ ബോട്ടിൽസ്, പിക്കിൾ ബോട്ടിൽസ് ഇതെല്ലാം നമുക്ക് കിച്ചണിൽ നല്ല ഡെക്കറേറ്റീവായിട്ട് യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ ഈ സ്പൈസ് റാക്കിനെ കുറിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ഈ വീഡിയോയിലൊന്ന് മെൻഷൻ ചെയ്യാം. ഇത് ഒരു പ്ലാസ്റ്റിക് സ്പൈസ് റാക്കാണ്. ഇത് ഇങ്ങനെ ഒരു സെറ്റായിട്ടാട്ടോ ഞാൻ വാങ്ങി. ഈ ബോട്ടിൽസ് ഇതിൻ്റെ കൂടെ ഓൾറെഡി ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു സെറ്റായിട്ടാണ് ഞാൻ വാങ്ങിയത്. ഇവിടെ അബുദാബിയിൽ ഒരു ലോക്കൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. പക്ഷേ ഈ ബോട്ടിൽസ് വളരെ എണ്ണം കുറവായ കാരണം ഞാൻ ആ ബോട്ടിൽസ് മാറ്റിയിട്ട് നമ്മുടെ വുഡൻ ടോപ്പിലുള്ള ബോട്ടിൽസ് വെച്ചിട്ടാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.